നമുക്കൊരു ടീമായി മുന്നോട്ട് പോകാം. അൽത്താഫങ്ങ് എല്ലാ ദിവസവും വരും. വയസ്സോ? അതൊരു ചോദ്യം ഞാൻ ചോദിക്കണ്ട. കൊച്ചാണെന്ന് തോന്നത്തില്ല. വണ്ണമൊക്കെ ഉണ്ട്. പക്ഷെ രതീഷ് ബ്രോ എത്ര വയസ്സായി എന്നാണ് നമ്മുടെ സോളോ ആർട്ടിസ്റ്റ് ചോദിക്കുവാണ്. ഇപ്പോൾ മുകളിലോട്ട് കുറച്ച് സമയം രതീഷ് കാണുമോ, അല്ലെങ്കിൽ മുകളിലോട്ട് വന്നതൊക്കെ നമ്മുടെ സോളോ ആർട്ടിസ്റ്റിൻ്റെ ഓരോരോ രൂപങ്ങളായിരുന്നു. സോളോ നല്ല സപ്പോർട്ടീവാണ്. എന്നെയും സപ്പോർട്ട് ചെയ്ത് എനിക്കിന്ന് 1K ഞാനെത്തി. അതും സോളോയുടെ ഫുൾ സപ്പോർട്ട് കൊണ്ടാണ് രതീഷ്. ഓക്കെ 29 എന്നാണ് രതീഷ് പറഞ്ഞത്. ഓക്കെ രതീഷ്, താങ്ക് യു. സോളോ കണ്ടിരിക്കും, സോളോ ലൈനിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ രതീഷ് എന്ന് വിളിക്കാം എന്നാണ് സോളോ പറഞ്ഞത്. ഓക്കെ, അതിനുവേണ്ടിയാണോ സോളോ ഏജ് ചോദിച്ചത്? അപ്പോൾ സോളോയ്ക്ക് 29-നേക്കാളും കൂടി ഏജുണ്ടോ? അയ്യോ, ഞാൻ വിചാരിച്ചു സോളോയ്ക്ക് ഒരു 25 വയസ്സേ വരുള്ളൂ എന്നാണ്. രതീഷ്, സമയമുണ്ടെങ്കിൽ ഇന്ന് 7:30 നമ്മളെ സോളോയുടെ ലൈവ് ഉണ്ടാവും. ലൈവിൽ വരണം. അപ്പം സോളോയെ നേരിട്ട് കാണാൻ പറ്റും. ഞാനും ഉണ്ടാവും ആ ലൈവിൽ. അതേപോലെ നമ്മളെ ടീമുകളൊക്കെ ഉണ്ടാവും. നമുക്ക് അവിടെ നിന്ന് സബ്ബൊക്കെയും സപ്പോർട്ടും ഒക്കെ വാങ്ങുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യാം. അറിയാം. ഞാനും ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. നമ്മളെ മധുസാർ എത്തി. സാർ വെൽക്കം മധുസാറേ. ഓക്കെ ഓ ഏതാ നിങ്ങൾ സെയിം ഏജ് ആണല്ലേ? ഓക്കെ. അപ്പോൾ രതീഷും സോളോയും സെയിം ഏജുകാരാണ്. ഞാനും അതേപോലെ നമ്മളെ തന്നെ ഒരു വയസ്സും ഫ്രണ്ടോട് ഇത് എത്തിയിട്ടുണ്ട്. നമ്മുടെ മധുസാറ്. മധുസാർ വന്നു. സുഖമാണല്ലോ മധുസാറ്? എന്താണ്, ചായയൊക്കെ കുടിച്ചോ? സോളോ വിളിക്കുന്നുണ്ട്, മധുസാറെ എന്ന് വിളിക്കുന്നുണ്ട്. യൂസർ എന്ന പേര് വന്നത് മധുസാറാണ് രതീഷെ. വിഷ്ണു എന്ന് വിളിക്കുന്നുണ്ട്. വിഷ്ണു എന്ന് വിളിക്കുന്നത് സോളോയുടെ റിയൽ നെയിമാണ് വിഷ്ണു. മധുസാറെ, ഒരു സംശയം ഇവിടെ ഒരടുത്ത ഒരു മധുസാറിന് രാവിലെ സിസ്റ്റർ എന്ന് വിളിച്ച ആരെന്ന് എനിക്ക് മനസ്സിലായില്ല, പിന്നീടാണ് മനസ്സിലായ. ഒരു സംശയം ചോദിക്കുന്നു. അനിഴം നാൾ കൊള്ളാമോ എന്നാ ചോദിക്കണം. അനിഴം കുഴപ്പമാണല്ലോ സാറേ? അനിഴം അനിഴം നാളെങ്ങനെയാണ്? ഒരു പൊതു സ്വഭാവം പറഞ്ഞാൽ മതി. ചായ കുടിച്ചു, വൈകിട്ടത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നു. ഓക്കെ. ആ അനിഴം നാളിൻ്റെ ഒരു പൊതു സ്വഭാവം പറയാമോ എന്ന് ചോദിക്കുകയാണ്. ഈശ്വര നമസ്തേ എന്ന് പറഞ്ഞ് തൊഴുവാണ്. കാണുന്നുണ്ട് ഈശ്വറെ. അടുത്തൊരു ഫോണിൽ എൻ്റെ അടുത്തിവിടെ പിന്നെ ഒരു സെറ്റിയിൽ അങ്ങനെ കിടന്ന് കണ്ടുകൊണ്ടേ കിടക്കുകയാണ് ലൈവൊക്കെ. മധുസാറിനെ ഞാൻ ഇന്നലെ വിളിച്ച് സംസാരിച്ചിരുന്നു, പക്ഷേ അധികം പരിചയപ്പെടാൻ പറ്റിയില്ല. ഓക്കെ. മധുസാർ ഇന്നലെ നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ശിവശങ്കർ എത്തിയിരിക്കുന്നു. ആനിയുടെ നക്ഷത്രത്തിൻ്റെ ഫലം പറയാൻ കറക്റ്റായിട്ടുള്ള സമയത്ത് എത്തിയ വെൽക്കം മിസ്റ്റർ ശിവശങ്കർ മൈ ലൈവ് ഷോയിലേക്ക്. ഭർത്താവിനെ ഭരിക്കാൻ നോക്കും. താങ്ക് യു ശിവശങ്കർ, താങ്ക് യു.